ഹലോ ഹായ് റുസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 4 മുട്ടയും ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ചെറുതായി കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മല്ലിയില ആവശ്യമുണ്ട് കേട്ടോ, അതും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി കൊണ്ടും ഇത് തയ്യാറാക്കാം, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണല്ലോ. അപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കും. ഈ ഒരു പാകത്തിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് കുറേശ്ശെ ഒഴിച്ചെടുത്ത് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ. മറിച്ചിട്ടെടുക്കാം. ഞാൻ അവിടെ മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ മാവ് കൊണ്ടും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പാനിൽ തന്നെ നമ്മൾ ഈ മുട്ടയുടെ മിക്സും ഇതുപോലെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി അതേപോലെ തന്നെ നമ്മൾ ഇതും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ചപ്പാത്തി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് അമർത്തി കൊടുക്കണം. നല്ല രീതിയിലൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ശേഷം മുട്ടൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചീസ് ഇല്ലെങ്കിൽ ചീസ് ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം. ചീസ് ഉണ്ടാകുമ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായി നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചീസ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത്. ചീസ് ഇല്ലാതെയും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ, ചീസ് ഇല്ലാത്തൊരു മാറ്റം. ചീസ് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല രുചിയുള്ളൊരു ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്സ് എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.